അസ്സലാമലൈക്കും. ഫാത്തിമ പുന്നോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്നലെ ഇട്ടോണത്ത് പോയിട്ട് പിന്നെ ചെടികളൊക്കെ പറിച്ചിട്ട് എൻ്റെ വീട്ടിൻ്റെ അവിടെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ചെടികളൊക്കെ ഇതാ ഉമ്മയും പൊന്നിടുന്ന പൊന്നിതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെടികളൊക്കെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ പോകുമ്പോൾ ചെടികൾ അവിടെ വെക്കണുള്ളൂ കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങള് ഇന്ന് മുബി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറിയ അനിയത്തിയില്ലേ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, നേരിട്ടിട്ട് അങ്ങോട്ട് പോവാണ്. എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ചെടികളൊക്കെ അവിടെ കുഴിച്ചിടണം. എന്നിട്ടാണ് ഇന്ന് ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ തിരിച്ചു വരുള്ളൂ കേട്ടോ. അപ്പൊ പോകുമ്പോഴുള്ള എല്ലാ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോസ് കാണാം കേട്ടോ. ബൈ. സ്വത്തെ നടക്ക്. വണ്ടി ഓട്ടോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഇത് അടച്ചേ, ഇതടച്ച അടക്ക് കുറ്റിയിട്. എന്താ പാത്തു ഇവിടെ അതാ നിൽക്കണു പാത്തു. ഉമ്മ അതാ അവിടെ ചെടിയൊക്കെ പിടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചെടിയൊക്കെ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ കേട്ടോ, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങാം. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരാം. അവിടെ തിരിക്കാൻ പറ്റുണ്ടാവും. അടച്ച പൊന്നോ. ആ അതന്നെ. ഞങ്ങൾ ഈ ചെടിയൊന്നേ അവിടെ വെച്ചിട്ട് വരാം. എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ബസ് പോവാണ്ട് വേറെ. ആ അങ്ങോട്ട് പോവാൻ നമുക്കേ ഇങ്ങോട്ട് വെച്ചിട്ടേ. ആ കൂട്ടുക എന്നാലും കിട്ടും. എന്താ അത് നിൽക്കാതെ നനച്ചിണ്ടാവും. ഇതിന്റെ വീടിന്റെ ഉള്ളിലേക്ക് വെച്ചാ പോരമ്മ. ഇവിടെ ഉണ്ടായിരുന്നു പല്ലൊക്കെ. നടുവൊക്കെ അതിന്റെ വള്ളി കെട്ടിക്ക. വേണ്ട. അസ്സലാമു അലൈക്കും. എന്താ കുലിക്കൊക്കെ ഇമ്മാന്റെ വീട് ഉമ്മന്നെ വീഡിയോയിൽ നിന്ന് കണ്ടേ കണ്ടുല്ലേ. ആ അതെ തെസ്നി എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു. അമ്മ ഒക്കെ കണ്ടു. അവിടെ വീട്ടിലുണ്ട്, തൈയുണ്ട്, ചെടിയുണ്ട് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു.
അനിയത്തി ഫുഡ് വിളമ്പാണ് കേട്ടോ. അനിയത്തിയുടെ വക സ്പെഷ്യൽ ഇതെന്താ മന്തി ബിരിയാണിയോ? ബിരിയാണി അല്ലേ മൂബി? ബിരിയാണി മൂബി ഇതാ കുണ്ടൻ കൊത്തുന്നു ചിക്കൻ ബിരിയാണി. ഉമ്മ അത് അവിടെ അച്ചാറ് വിളമ്പുന്നു. മോടി അപ്പൊ ബാക്കി ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഉറങ്ങി എല്ലാവരും കേട്ടോ. ഉച്ചരിയുമ്പോൾ പോകണം, എന്നിട്ട് പോയിട്ട് അവിടെ ചെടി കുഴിച്ചിടണമെന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാരാ. ഉമ്മി അതെ മൂബി അതെ വിടണില്ല, ഞങ്ങൾ പോകണ്ട അന്ന് ഇവിടെ നിന്നോളിയും പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിർത്തി. എല്ലാവരും ബിരിയാണി കഴിച്ച മയക്കത്തിൽ കുറച്ച് നേരം വൈകിട്ടൊക്കെ എണീറ്റ് എന്നിട്ട് വേഗം ചസർ സ്കരിച്ചിട്ട് അവിടെ ചായ കുടിച്ചത്. എന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോഴത്തേനും നേരം ഇത്ര ആയിക്കും, നേരം നല്ല ഇറുട്ടൽ തുടങ്ങി, മരുവ് വാങ്ങി കൊടുക്കാറായി. അവർ പറഞ്ഞു ഇന്ന് പോകണ്ട, മൂബി ഭയങ്കര വിഷമം മൂബിക്ക്, ഉമ്മ പോവല്ല ഉമ്മ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തി ഞങ്ങൾ നിന്നു എന്നാണ് പറയണത്. പിന്നെ എന്താ പറയുക, മുബിക്കും ഒരു സന്തോഷം, നമുക്കും ഇങ്ങനെ വിരുന്നിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ അല്ലേ. അപ്പം അങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ മരുവിൻ്റെ നേരത്ത് ഇങ്ങനെ ഇരുന്ന് ബാഗ് കൊടുക്കാൻ മുന്നേ കുറച്ച് നേരമൊക്കെ നിന്ന് സംസാരിച്ച് എല്ലാവരും ഉറക്കത്തുനിന്ന് പൊന്നൊക്കെ ഉറക്കത്തുനിന്ന് വെച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ, നല്ല മഴയും ഇതൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തണവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മയും കൂടിയിട്ട് മുബിയുടെ ഉമ്മയും കൂടിയിട്ട് ഉമ്മയുടെ അടുത്തേക്ക് ഉപ്പാടത്തേക്ക് അവർ തറവാട്ടിലേക്ക് പോയിട്ടോ, അവിടെ മാമൻ്റെ വീട്ടിലേക്ക്. അവിടെയൊക്കെ പോയി. അതുപോലെ എൻ്റെ താത്താടെ വീടുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയിട്ട് ഞങ്ങളൊരു 9:45 ആകുമ്പോഴാട്ടോ വന്നത്. അപ്പോഴത്തേനും മുബിയുടെ ഫുഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു. എന്നിട്ടൊരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴത്തേനും സംസാരിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിട്ടോ. അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് മുബി എന്താ കാട്ടിക്കണമെന്ന് അറിയാം. ഞങ്ങൾ കാലത്ത് നേരത്തെ കുട്ടികൾക്ക് മദ്രസ ഉള്ള കാരണം നേരത്തെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുബി എന്താ കാട്ടിക്കണത്, ഞങ്ങളൊക്കെ കിടന്നതിന് ശേഷം രാത്രി 2 മണിക്ക് ഒക്കെ റെഡിയാക്കിക്കണം, പത്തിരിയും ഇറച്ചിക്കറിയും ഒക്കെ റെഡിയാക്കി. കാലത്ത് നേരത്തെ പോകുമ്പോൾ റെഡി ആയില്ലല്ലോ എന്ന് പേടിച്ചിട്ട് അവളെന്താ ചെയ്തിക്കണ് അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരത്തെ ഇറങ്ങിയിട്ടോ. കുട്ടികൾക്ക് മദ്രസ ഉണ്ട് 9 മണിക്ക്. അപ്പോൾ പിന്നെ ഇവിടുന്ന് നേരിട്ട് ബസ്സുണ്ട്. അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ അവിടുന്ന്. അപ്പോൾ ഇതൊക്കെ മുബിയുടെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അമ്മ ഞങ്ങൾക്ക് തന്നയച്ചതാണ്. ഇരുമ്പാമ്പിളിയും മാങ്ങയും ഉണ്ണിപ്പിണ്ടിയും പഴവും എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇക്കൊല്ലം മാങ്ങയുടെ പൂതിയായിട്ട് മതിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തത് ചെടി വെക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോണതാണ് കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബായ്.